പ്രാർത്ഥിക്കുന്ന ദൈവമക്കളിൽ ഒരു വലിയ ശതമാനം ആളുകളുടെയും ഹൃദയത്തിലെ ചിന്ത നശിപ്പിക്കുമെന്ന് പറഞ്ഞ് വെല്ലുവിളി ഉയർത്തിയ ഹെരോദാവിനുള്ള അതേ ചിന്തയാണ്. ഹെരോദാവിന്റെ മനസ്സിൽ ഭയങ്കര പ്ലാനിങ്, ഭയങ്കര ചിന്തയാ. അടുത്ത ദിവസം തകർക്കണം, ആ പേരില്ലാതെയാകും, എല്ലാം തീരും, ഫിനിഷ് ആകും. ഇത് തന്നെയല്ലേ ചിലരുടെ അകത്തുള്ള ചിന്ത? ഇതെങ്ങനെ കൈകാര്യം ചെയ്യും, ഇതെങ്ങനെ പോകും, ഇന്ന പ്രശ്നം, അതിന്റെ മുമ്പിൽ പരാജയപ്പെട്ടു പോകും, തോറ്റുപോകും. ഇങ്ങനെ ഒരു ചിന്ത നിങ്ങളുടെ അകത്തുണ്ടെങ്കിൽ അത് വീണ്ടും ജനിപ്പിച്ച പിതാവിൽ നിന്നുള്ളതല്ല, അത് ലോകത്തിന്റെ അപ്പനിൽ നിന്നുള്ളതാണ്. അത് ജഡീകമായി കൈമാറ്റം ചെയ്യപ്പെട്ടതും പൈശാചികമായ തന്ത്രങ്ങളിൽ പെട്ടതുമാകുന്നു. എന്നാൽ വീണ്ടും ജനിപ്പിച്ചൊരു പിതാവുണ്ട്. ആ അപ്പനിൽ നിന്നും പകരപ്പെട്ടിരിക്കുന്നത്, ആ അപ്പനിൽ നിന്നും കൈമാറ്റം ചെയ്യപ്പെട്ടിരിക്കുന്നത് ഭീരുത്വത്തിന്റെ ആത്മാവിനെയല്ല, ധൈര്യത്തിന്റെ ആത്മാവിനെയാകുന്നു.